എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കർക്കിടക കഞ്ഞിയാണ്. ഇത് ഞാൻ ചാമേരി വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് നവര അരിയോ അതല്ലെങ്കിൽ പച്ചരി വെച്ചും ഒക്കെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഈ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അങ്ങനെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി 1 ഗ്ലാസ് ചാമേരിയാണ് എടുത്തിരിക്കുന്നത്. ലിറ്റിൽ മില്ലറ്റ്സ് എന്നറിയപ്പെടുന്ന ചാമേരിയാണിത്. കാർബോഹൈഡ്രേറ്റ് വളരെ കുറവുള്ള ഒരു ധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഷുഗറുകാർക്കും അതുപോലെ PCOD ഉള്ളവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ധാന്യമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷമാണ് നമുക്കിത് വെച്ച് കഞ്ഞി ഉണ്ടാക്കുന്നത്. വളരെ ചെറിയ അരി ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ക്ലീനായി കിട്ടും. അങ്ങനെ 3-4 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുള്ള ചാമേരിയാണിത്. ഇതിൽ കാർബോഹൈഡ്രേറ്റ് വളരെയധികം കുറവായതുകൊണ്ട് തന്നെ PCODക്കാർക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും എല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ധാന്യമാണിത്. പിന്നെ നമ്മളിതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ചെറുപയറാണ്. അപ്പോൾ ഇത് 1/2 ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഈ ചെറുപയർ 3-4 പ്രാവശ്യം കഴുകിയ ശേഷം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇതൊരു 1/4 ഗ്ലാസ് ഉലുവ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. കുതിർന്ന് കഴിയുമ്പോൾ 1/2 ഗ്ലാസ് ഉലുവയാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഈ ചാമേരി വേവിക്കുന്നത് കുക്കറിലിട്ടാണ്. നമുക്ക് ഈ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചാമേരി കുക്കറിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറുപയറാണ്. അങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ്. 1 ഗ്ലാസ് ചാമേരിക്ക് ഇത് കുതിർത്ത് കഴിയുമ്പോൾ 1/2 ഗ്ലാസ് ഉലുവയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഉലുവയും അതോടൊപ്പം ചേർത്തിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. നമുക്ക് ഈ ചാമേരിയും ഉലുവയും എല്ലാം മുങ്ങിക്കിടക്കുന്ന ആ ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. കൂടുതലായിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മളിതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച ശേഷം ഒരു 3 വിസിൽ വരുന്ന വരെയാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴേക്കും പയറും അതുപോലെ തന്നെ ഉലുവയും എല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടും. ചാമേരി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അധികം പ്രയാസമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു അരിയാണ് ചാമേരി. ചാമേരി ചെറിയ അരി ആയതുകൊണ്ട് തന്നെ കുക്കറിലിട്ട് വേവിച്ച് കഴിയുമ്പോൾ കുക്കറിൻ്റെ അടപ്പെല്ലാം വൃത്തികേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്പൂണും കൂടി അതിൻ്റെ ഒപ്പം ഇട്ട് വേവിക്കുകയാണെങ്കിൽ കുക്കർ വൃത്തികേടാവാതെ കിട്ടുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് 2 ഗ്ലാസ് വെള്ളമാണ്. ഇനി നമുക്കത് അടച്ചു വെച്ച ശേഷം 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 3 വിസിൽ കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ കുക്കറിലൊക്കെ കഞ്ഞി വേകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ 1/2 മുറി തേങ്ങയുടെ പാല് വേണമെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ തേങ്ങ അരച്ചും ചേർക്കാം. 1/2 മുറി തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ 1/2 മുറി തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാല് വേണമെങ്കിൽ എടുത്ത് ചേർക്കാം. അത് ഞാനിപ്പോൾ അരച്ച തേങ്ങയോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 കൊച്ചുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ കുക്കറൊക്കെ തണുത്തിട്ടുണ്ട്. നമുക്കത് വിസിലൊന്ന് ഊരി എടുത്ത ശേഷം നമുക്കത് വെന്തോ എന്നുള്ളത് നോക്കാം. അങ്ങനത് അരിയൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനത് ചോറൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. തേങ്ങയോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകം. നമ്മളിതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഇപ്പോൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇന്ദുപ്പ് ഉണ്ടെങ്കിൽ ഇന്ദുപ്പ് ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മിക്സി കഴുകിയ വെള്ളമാണ്. നമുക്ക് കഞ്ഞിയുടെ പരുവത്തിനാണ് നമുക്കത് ആയി കിട്ടേണ്ടത്. അപ്പോൾ അതിനാണ് ഈ വെള്ളം കൂടി ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ആദ്യം നമുക്കതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചൂട് കിടന്ന് തന്നെ ഈ ജീരകമൊക്കെ ഒന്ന് വെന്ത് കിട്ടും ചെയ്യും.
ആയിട്ടുള്ളൊരു കഞ്ഞിയാണിത്. ഇനി ലൂസായിട്ട് വേണ്ടവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചിടാം. അതിനകത്ത് ഉള്ളി മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കിതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ. അങ്ങനെ നെയ്യൊക്കെ ഒരുവിധം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. ഇതൊരു 10 കൊച്ചുള്ളിയാണ് ഞാനിപ്പോൾ അരിഞ്ഞ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 5 6 വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് നന്നായി മൂത്ത് വരുന്നവരൊന്ന് വഴറ്റി യോജിപ്പിക്കാം. വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും ഈ ഒരു കഞ്ഞിക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. ഒരു പ്രത്യേക ടേസ്റ്റും നെയ്യ് ചേർത്തുകൊണ്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ സാധാരണ ഈ കർക്കിടക കഞ്ഞി 7 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ഒക്കെയാണ് കഴിക്കുന്നത്. കർക്കിടക കഞ്ഞി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനകത്ത് ഉള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഈ കഞ്ഞിയിലേക്ക് നമുക്ക് മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാം. അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കഞ്ഞിയാണിത്. അപ്പോൾ എല്ലാവരും കർക്കിടക മാസത്തിൽ ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിന് നല്ലൊരു ഉന്മേഷം നൽകുന്നതാണ്. നടുവേദനയ്ക്കും അതുപോലെ തന്നെ പ്രതിരോധശേഷി കൂട്ടുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഈ കഞ്ഞി എല്ലാവരും തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.